മഴതോരും മുൻപേൽ റീസെൻ്റ്ലി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പം നാടകം, അത് കഴിഞ്ഞ് സിനിമ, രാഷ്ട്രീയം അതിൻ്റെ കൂടെയുണ്ട്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് നാടകം, സിനിമ, സീരിയൽ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അല്ലേ? സീരിയൽ സ്കെഡ്യൂൾ ആണെങ്കിലും ഒക്കെ ആ ഡിഫറൻസിനെ എങ്ങനെ നോക്കിക്കാണുന്നു മഴതോരും മുൻപേൽ? അല്ല, ഞാൻ ഇതിനു മുന്നേ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഇപ്പം മഴതോരും മുൻപിലായിരിക്കാം ഞാനൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത്. മറ്റേതൊക്കെ കുറച്ച് കുറച്ചായിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മീഡിയവും നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ മഴതോരും മുൻപേ എന്ന് പറഞ്ഞ സീരിയലിലേക്ക് എന്നെ കുറേ ആയിട്ട് അവർ വിളിക്കുന്നുണ്ടായിരുന്നു. ഏഷ്യാനെറ്റാണ്, അത് തന്നെ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഒന്നാണ്. പിന്നെ ഹോട്ട്സ്റ്റാർ അതുമുണ്ട്. നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പണ്ട് സീരിയൽ എന്ന് പറയുമ്പോൾ അന്നത്തെ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ പിന്നെ കാണാൻ സാധിക്കില്ല. ഇപ്പം അതല്ല. പിന്നെ ഞാൻ എന്നെ വിളിച്ച സമയത്ത് അവരുടെ കുറച്ച് എപ്പിസോഡ് ഞാൻ കണ്ടു ഹോട്ട്സ്റ്റാറിന്ന്. അപ്പോൾ നല്ല അതിൻ്റെ ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ആണ്. പിന്നെ അതിലപ്പുറം ജോയ്സി എന്ന് പറയുന്ന ഒരു തലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തിച്ചത് ഒരു വലിയൊരു എഴുത്തുകാരനാണ്. രണ്ട് തരത്തിലുണ്ട്. അദ്ദേഹം ഭീകരമായിട്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഇത്. പക്ഷേ ഈ ജോയ്സി സാറിൻ്റെ എഴുത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു, വളരെ പ്രത്യേകതയുണ്ടായിരുന്നു. അപ്പം ജോയ്സി സാറിൻ്റെ ഒരു എഴുത്തിൽ ഒരു സീരിയലിലെ കഥാപാത്രം ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയൊരു മഹാഭാഗ്യമായിട്ടും ആണ് ഞാൻ കണ്ടത്. അതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷമാണോ ഈ സ്ക്രിപ്റ്റ് ഒന്നും മുഴുവൻ കേട്ടിട്ടില്ല, കുറച്ച് ഭാഗം മാത്രം. കാരണം പിന്നെ ഞാൻ ഈ സീരിയൽ അതാ പറഞ്ഞു, ഈ ഹോട്ട്സ്റ്റാറിൽ കുറച്ച് എപ്പിസോഡ് കാണാൻ സാധിച്ചു. പിന്നെ ആ കഥയെക്കുറിച്ച് ഇതിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതൊരു കോൺഫിഡൻ്റ് ഉണ്ട്. ഇത് നമ്മൾ അങ്ങനൊരു സാധാരണ സീരിയൽ പോലെയല്ല അത് മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്ക് പക്ഷേ ഈ ഫാമിലി പ്രേക്ഷകർക്കിടയിൽ നമുക്കൊരു സ്വീകാര്യത കിട്ടും എന്ന ഒരു തോന്നൽ തന്നെയാണ്. തീർച്ചയായും ആ മഴതോരും മുൻപേക്ക് ഒരു വലിയ ഓഡിയൻസ് ആണുള്ളത്. എല്ലാ കഥാപാത്രങ്ങളെയും ഓഡിയൻസ് അങ്ങനെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്ക് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഓരോ കഥാപാത്രത്തിന് ഇവരുടെ ഇൻ്റർവ്യൂ തരൂ എന്നൊക്കെ. അത്രയും ഓരോ കഥാപാത്രത്തിനെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെയാണ്, എസ്പെഷ്യലി കുടുംബ പ്രേക്ഷകർ. ഞാൻ പോലും സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ അത്ര വലിയ ഈ ഇൻസ്റ്റയിലൊന്നും അത്ര ഞാൻ ആക്റ്റീവ് അല്ല. സോഷ്യൽ മീഡിയ ഇങ്ങനെ FBയിലൊക്കെ എന്തെങ്കിലും എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ എഴുതും, പോസ്റ്റ് ചെയ്യും എന്നല്ലാതെ ഇൻസ്റ്റ. പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ എപ്പിസോഡ് വരാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഇൻസ്റ്റ എന്തായാലും പറയും ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി. ഒരുപാട് മെസ്സേജുകൾ വരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ശരിക്കും ഈ സീരിയൽ പ്രേക്ഷകർ എന്ന് പറയുന്നത് ഭയങ്കര സ്വീകാര്യതയാണല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എല്ലാ ദിവസവും വരാൻ സാധിക്കുന്ന സീരിയൽ. സാധാരണ നമ്മൾ പറയാറുണ്ട് സീരിയൽ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്ത്രീകളാണ്, വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ്, കുറച്ച് മുതിർന്നവരാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതല്ല, എനിക്ക് എത്ര ചെറുപ്പക്കാരാണെന്നറിയോ. ഇപ്പോൾ എൻ്റെ മകൻ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ് മംഗലാപുരത്ത്. അവൻ ആദ്യമായിട്ട് കാണുന്ന സീരിയൽ ഒരുപക്ഷെ ഇതായിരിക്കാം. പക്ഷെ അവനിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി അവന്. പിന്നെ അതല്ല, അവൻ കഴിഞ്ഞ ദിവസം കോളേജിൽ പോയിട്ട് വെക്കേഷൻ കഴിഞ്ഞ് കോളേജിലെത്തിയിട്ട് എന്നെ വിളിച്ചു, അച്ഛാ പിന്നെ കുട്ടികളൊക്കെ അച്ഛൻ്റെ ഭയങ്കര ഫാനാണ്. ഞാനേ കാരണം അവർ ഈ വെക്കേഷനൊക്കെ പോയ സമയത്ത് ഈ സീരിയൽ കാണുന്നുണ്ട്. അതിലെന്താ അറിയാം, എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കുറച്ച് എപ്പിസോഡ് കണ്ടപ്പോൾ ഈ മഴതോരും മുൻപേ സീരിയലും കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. തീർച്ചയായും ക്യൂട്ടായിട്ടുള്ള ഭയങ്കര രസകരമായിട്ട് അവർ അഭിനയിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ട് അവർ സിനിമയിൽ ചെയ്യുന്ന അതേപോലെ ഒരു ബിഹേവിങ് ആക്ടിങ് പാറ്റേൺ പിടിച്ചുകൊണ്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതിലെ വൈഷ്ണവി എന്ന് പറഞ്ഞ ആക്ട്രസ് ആയാലും അതിലെ നായിക നികിത ഒരു പിന്നെ കുറേ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിലും ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മെയിൻ പില്ലർ എന്ന് പറയുന്നത് കിഷോർ അല്ലേ, അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. പിന്നെ അതുപോലെ എനിക്ക് എല്ലാവരും പേരറിയില്ല, രാഹുൽ, വേദവ്യാസ് അല്ലേ, വേദവ്യാസ്, പിന്നെ വേറെ 1-2 പെൺകുട്ടികൾ. ഒരുപാട് ഭയങ്കര കെമിസ്ട്രിയാണ്. ഞാനും കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ് കണ്ടു. അത് ഇന്ന് ഇപ്പോൾ ട്രാവലിംഗ് സമയത്തൊക്കെ അത് ഹോട്ട്സ്റ്റാറിൻ്റെ ഒക്കെ ഒരു ഗുണതാണ്. ഇത് നമ്മൾ സീരിയൽ കാണാൻ സാധിക്കാറില്ല. അപ്പോൾ ഞാൻ അതിനു മുമ്പ് കുറേ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, കുറച്ച് എപ്പിസോഡ്. പക്ഷേ ഞാൻ പല എപ്പിസോഡും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പലപ്പോഴും എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സീരിയലിൻ്റെ ഒരു മീറ്റർ എങ്ങനെയാണ്, അത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ സിനിമയുടെ ഒരു രീതിയല്ല സീരിയലിൻ്റെ, കാരണം അവിടെ ഭയങ്കരമായിട്ട് സ്പീഡാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഓടിയെത്തണം. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി ഇപ്പോഴും അതാണ്, എനിക്ക് അതിൻ്റെ കൂടെ ഓടിയെത്താൻ സാധിക്കുമോ. കാരണം കിഷോറിനെ പോലെയുള്ള വലിയ എക്സ്പീരിയൻസ് ആണ് അയാൾ സീരിയൽ ഇതിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റൊക്കെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി. എനിക്ക് നാടകം ചെയ്യുമ്പോൾ പോലും ഇത്ര പേടിയില്ല. എനിക്കിപ്പം എന്നോട് ഇപ്പോൾ ഒരു സ്ട്രീറ്റ് പ്ലേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു വിഷയമാണെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഈ എറണാകുളം സിറ്റിയിൽ പോയിട്ട് ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് സീരിയൽ ഷൂട്ടിന് ഇച്ചിരി പേടിയാണ്. കാരണം ആ ഒരു മീറ്ററിലേക്ക് എത്താൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ, കാരണം അങ്ങനെയാണല്ലോ. പക്ഷേ
ആ ക്യാരക്ടറിനെ ആൾക്കാർ സ്വീകരിച്ചു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഈ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സ്, എനിക്ക് ഇവരൊന്നും നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഓക്കെ. പേര് എനിക്കൊന്ന് റീസെന്റ് അല്ലേ റീസെൻ്റ് വന്നതേ ആണ്. ഉള്ളൂ അല്ലേ? പക്ഷേ ഞാൻ അവരുടെ അതാണ് ഈ പുതിയ ജനറേഷൻപ്പെട്ട ആൾക്കാർ പോലും ഈ സീരിയൽ കാണാൻ പ്രധാന കാരണം. ഇവരുടെയൊക്കെ ഒരു ആക്ടിങ് രീതികളും ഇവരുടെ ഒരു സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ അങ്ങനെ മാറണം എന്നാണ് ഞാൻ പറയുന്നത്.